നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന കേരളത്തിൽ നടത്തിയിട്ടുള്ള ക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്നാണ് പാലക്കാട് മേലാമുറിയിൽ ശ്രീനിവാസൻ വധം. RSS പ്രവർത്തകനായ ശ്രീനിവാസനെ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഭീകരർ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ഭീകരർ വന്ന് ക്ഷണനേരം കൊണ്ട് ആക്രമിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇത് ഒരു രാഷ്ട്രീയ കൊലപാതകമായി തേഞ്ഞുമാഞ്ഞ് പോകുന്ന സ്ഥിതിയിലായിരുന്നു അന്ന്. കാരണം SDPIയും RSSും തമ്മിലുള്ള സംഘർഷമാണെന്നും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുമൊക്കെയാണ് കേരള പോലീസ് പറഞ്ഞു വരുത്തിയത്. പക്ഷേ അപ്പോൾ തന്നെ ഈ കേസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയ കേരള പോലീസിന് ഇതിന് ചില അപകട സൂചനകൾ ലഭിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിൽ ആളുകളുടെ ലിസ്റ്റ് ഇട്ട് കൊല്ലുകയാണെന്നും കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വച്ച് അനുകൂലമായ സാഹചര്യത്തിൽ അവരെ കൊല്ലുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളടങ്ങുന്ന ചില വിവരങ്ങൾ അത് കേരള പോലീസിന് ലഭിച്ചതാണ്. പക്ഷേ കേരള പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല, കേവലം ഒരു പൊളിറ്റിക്കൽ കില്ലിംഗ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് ഈ ശ്രീനിവാസൻ വധക്കേസ് ഉൾപ്പെടെ മറ്റ് നിരവധി കൊലക്കേസുകൾക്ക് പിന്നിൽ ഇസ്ലാമിക ഭീകരരാണ് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളൊന്നും ഭരണകൂടം ചെവിക്കൊണ്ടില്ല, കേരളത്തിലെ പോലീസ് ചെവിക്കൊണ്ടില്ല. പക്ഷേ കേന്ദ്ര ഏജൻസിയായ NIA ആണ് ഒടുവിൽ ഇതൊരു കൊലപാതകം, കേവലം ഒരു കൊലപാതകമല്ല, ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്ന് കണ്ടെത്തുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെയെല്ലാം പിടികൂടുകയും ചെയ്തത്. ഇതിൽ പക്ഷേ NIAയുടെ പ്രതിപ്പട്ടികയിലുള്ള രണ്ടാം പ്രതി EK ഷംനാദ് ഇതുവരെയും പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഷംനാദിനെ ഇന്നലെ NIA കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രണ്ടാം പ്രതിയായ ഷംനാദ് 3 വർഷമായി ഒളിവിലായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് 7 ലക്ഷം രൂപ NIA വിലയിട്ട് അന്വേഷണം നടത്തി വരികയായിരുന്നു. അതായത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കൊലപാതകം, NIA പോലുള്ള രാജ്യത്തിൻ്റെ ഭീകരവിരുദ്ധ ഏജൻസി അന്വേഷിക്കുന്ന ഒരു കൊലപാതകം. ആ കൊലപാതകത്തിൻ്റെ രണ്ടാം പ്രതിയാണ് 3 വർഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കേരളത്തിൽ ഒളിവിൽ താമസിച്ചത് എന്നുള്ളതാണ്. ഈ വാർത്തയിലെ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, ഇയാൾ പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ വിനോദയാത്ര നടത്തുമ്പോഴാണ് ഇയാൾ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 7 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഒരു ഭീകരൻ, രാജ്യത്തിൻ്റെ ഭീകരവിരുദ്ധ ഏജൻസി അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭീകരൻ, ആ ഭീകരന് സ്വച്ഛന്തം ഈ കേരളത്തിൽ 3 വർഷം വിഹരിക്കാൻ കഴിഞ്ഞു. അതിന് ആ ഒളിവ് ജീവിതത്തിനിടയിൽ ഇയാൾക്ക് വിനോദയാത്ര പോകാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷിതമായി ആരും അറിയാതെ പേരുമാറ്റി വർഷങ്ങളോളം കേരളത്തിൽ ഒളിവിൽ കഴിയാനുള്ള സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് എന്ന് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകര സംഘടന അത്തരം ഒളിത്താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതായത് ജോസഫ് മാഷിൻ്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലും ആ പ്രതിയെ പിടിയിലാകുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇയാൾ പേര് മാറുന്നു, അഡ്രസ്സ് മാറുന്നു, മറ്റൊരു പ്രദേശത്ത് പോയി താമസിക്കുന്നു. ഒരുപക്ഷെ ഇയാൾ കേരളം വിട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിനു മുന്നേ തന്നെ പിടിയിലായിരുന്നു. പക്ഷേ കേരളത്തിനുള്ളിൽ ഇത്രയും പ്രമാദമായ ഒരു കേസിലെ രണ്ടാം പ്രതി വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് വീണ്ടും പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ ചില ഒളി സങ്കേതങ്ങളുണ്ട്. ആ ഒളി സങ്കേതങ്ങൾക്ക് കേരള പോലീസിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഭരണകൂടത്തിൻ്റെയും പിന്തുണയുണ്ട്, സംരക്ഷണ കവചമുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ആ ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ പലതിനെയും NIA കണ്ടെത്തിയിട്ടുണ്ട്, ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും അത്തരത്തിലുള്ള ദുരൂഹ കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ ഏത് കൃത്യം ചെയ്തിട്ട് വേണമെങ്കിലും അവിടെ പോയി ഒളിച്ചിരിക്കാം. ആ ഒളിച്ചിരിക്കുന്ന പ്രതിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. NIA പോലും അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ ഒട്ടനവധി ദിവസങ്ങളെടുക്കും, വർഷങ്ങളുടെ അന്വേഷണം ഇതിനാവശ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, NIAക്ക് അവരുടെ അന്വേഷണത്തിൽ ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് മെനിഞ്ഞാന്നാണ് ഈ SDPI പ്രവർത്തകരുടെ 5 SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA പരിശോധന നടത്തിയത്. ഷംനാദ് അടക്കമുള്ള SDPI പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ നിന്നും ചിലപ്പോൾ ചില വിവരങ്ങൾ NIA
NIAക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഷംനാദിൻ്റെ വസ്ത്രങ്ങളടക്കം NIA കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ ഒരുപക്ഷെ ശാസ്ത്രീയമായ തെളിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഷംനാദ് കേരളത്തിൽ തന്നെ ഉണ്ട് എന്നും കേരളത്തിൽ സുരക്ഷിതമായി ഒളിവിൽ കഴിയുന്നുണ്ട് എന്നും NIAക്ക് വിവരം ലഭിച്ചു. തുടർന്ന് ഷംനാദിലേക്ക് എത്താൻ അവർക്ക് താമസം ഉണ്ടായിരുന്നില്ല. ഇയാളുടെ മൂവ്മെൻ്റ് എല്ലാം കൃത്യമായി നിരീക്ഷിച്ച ശേഷം കൊച്ചിയിൽ വിനോദയാത്ര നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച, കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു പ്രമാദമായ ഭീകരാക്രമണ കേസ്, ഒരു ജീവനാണ്, ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ അനേകം ആളുകളെ കൊല്ലാനായി ലിസ്റ്റ് തയ്യാറാക്കി വച്ചിരുന്ന സംഘടന, അത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ പോലും തിരയുന്ന ഒരാൾ, പാകിസ്ഥാനിലും മറ്റും അന്താരാഷ്ട്ര ഭീകരവാദികൾ സ്വൈരവിഹാരം നടത്തുന്നത് പോലെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ സ്വൈരവിഹാരം നടത്തുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറുന്നു. കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് സമ്പൂർണ്ണ പരാജയമായി മാറുന്നു. സർവോപരി കേരളത്തിൻ്റെ ഭരണകൂടം തന്നെ സമ്പൂർണ്ണ പരാജയമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ടാം പ്രതി അറസ്റ്റിലാകാൻ തന്നെ 3 വർഷത്തെ സമയമെടുത്തു. അതും കേന്ദ്ര ഏജൻസിയായ NIAക്ക് വളരെ പണിപ്പെട്ട് അന്വേഷണം നടത്തേണ്ടി വന്നു. ഇയാളെ നിരീക്ഷിക്കേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ ഇയാൾ പിടിയിലാവുകയും ചെയ്യുന്നു. തീർച്ചയായും കേരളം ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ടതാണ്. ഇങ്ങനെ കുറ്റവാളികൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഇടം കൊടുക്കുന്നതാര്, ആ ഒളിയിടം എവിടെ, അതിന് സംരക്ഷണം നൽകുന്നതാര്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണ ഇവർക്ക് കിട്ടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയില്ല എങ്കിൽ തീർച്ചയായും ഇനി കേരളത്തിൻ്റെ സുരക്ഷയിൽ വലിയ ഭീഷണി നേരിടുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.